സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് ഉപ്പയുടെ ബാധ്യത അല്ലെങ്കിൽ ഉമ്മയുടെ ബാധ്യതകളൊക്കെ നിറവേറ്റിയിട്ടാണ് സമ്പത്ത് ഓഹരി വെക്കുന്നത്. അത്രത്തോളം ഇസ്ലാമിലെ ബാധ്യതയായ പ്രവർത്തനമാണ് ഹജ്ജും ഉംറയും എന്നുള്ള കാര്യം വിസ്മരിച്ചു പോകുന്നവരായി തീരരുത് നമ്മൾ. ഇന്ന് പലരും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രായമാകുമ്പോൾ ചെയ്താൽ പോലെ, അല്ലെങ്കിൽ എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് എല്ലാ ബാധ്യതകളും നിറവേറ്റിയിട്ട് ലാസ്റ്റ് ബാക്കി വരുന്ന ബാലൻസ് കൊണ്ടും ചെയ്താൽ പോലെ എന്ന രീതിയിൽ ആ വയസ്സ് പ്രായമാകുന്നത് വരെ വെയിറ്റ് ചെയ്യുമ്പോൾ പലരും ഹജ്ജും ഉംറയും ചെയ്യാതെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വളരെ ഖേദകരമായി നമ്മൾ പലരും ഓർത്തെടുക്കാറുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമ. ഒരു ഉംറ നെക്സ്റ്റ് ഉംറ വരെ അതിന്റെ ഇടയിലുള്ള പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല പുണ്യകർമ്മമാണ്. അങ്ങനെ ബാധ്യതയുള്ള ആ പരിശുദ്ധമാക്കപ്പെട്ട ഉംറ നിർവഹിക്കാൻ വളരെ എളുപ്പമുള്ളൊരു മാസമാണ് പരിശുദ്ധ മുഹറം മാസം. വളരെ പ്രതിഫലാർഹമായ മാസമാണെന്നതോടുകൂടെ തന്നെ അവിടെ ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞ് തിരക്കൊഴിഞ്ഞ സമയത്തുള്ള ഉംറ നിർവഹിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള സഹായങ്ങളും ചെയ്യാൻ സന്നദ്ധതയുള്ള ഒരു ടീമിന്റെ നമ്പറാണ് താഴെ കൊടുക്കുന്നത്. കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രാഞ്ചുകളിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഈ ടീമിൽ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. പരിശുദ്ധ കഅബ ശരീഫൊക്കെ ഹജ്ജ് കഴിഞ്ഞ് തിരക്കൊഴിഞ്ഞിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൽ നിങ്ങൾക്കും സന്തുഷ്ടമായി കഅബ എത്തിയിട്ട് സന്തോഷത്തോടു കൂടെ തവാഫ് ചെയ്തുകൊണ്ട് ഉംറ നിർവഹിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അവർ വേണ്ട സഹകരണങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ജീവിതത്തിൽ മർദിയായ മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടുകൂടെ മർദിയായ സിയാറത്തിനുള്ള തൗഫീഖും അവൻ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകൾ ചുരുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.